എല്ലാവർക്കും നമസ്കാരം. ഞാൻ CS എബി ജോർജ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് രംഗത്തെ ഒരു പ്രമുഖ കമ്പനിയായ എയ്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് എന്ന കമ്പനിയെയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഈ വിശകലനം പഠനാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷനായി ആരും കരുതരുത്. നിങ്ങൾ സ്വന്തമായി പഠിക്കുകയോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുമായി ആലോചിക്കുകയോ ചെയ്തതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് 1995 പ്രവർത്തനം ആരംഭിച്ചത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് എയ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ പിക്ക് ആൻഡ് ക്യാരി ക്രെയിൻ നിർമ്മാതാക്കളാണ് എയ്സ്. ഇന്ത്യയിൽ ഈ സെഗ്മെന്റിൽ അവർക്ക് 63% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ടവർ ക്രെയിനുകളുടെ കാര്യത്തിൽ 60% മാർക്കറ്റ് ഷെയറോടെ ഇന്ത്യയിൽ ഒന്നാമതാണ്. ഇതുകൂടാതെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ആയ ഫോർക്ക് ലിഫ്റ്റുകളും റോഡ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റുകളായ ബാക്ക് ഹോ ലോഡേഴ്സ്, കോമ്പാക്ടേഴ്സ്, മോട്ടോർ ഗ്രേഡേഴ്സ് എന്നിവയും അഗ്രികൾച്ചർ എക്യുപ്മെന്റുകളായ ട്രാക്ടേഴ്സ്, ഹാർവസ്റ്റേഴ്സ്, റോട്ടാവേറ്റേഴ്സ് എന്നിവയും ഇവരുടെ പ്രൊഡക്റ്റിൽ പെടുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പരിശോധിക്കാം. ഫിനാൻഷ്യൽ 2020 1156 കോടി ആയിരുന്ന സെയിൽസ് 2025 ആയപ്പോഴേക്കും 3327 കോടിയായി. CAGR അഥവാ ആവറേജ് വർധനവ് 23.5%. ഇത് വളരെ മികച്ച പ്രകടനമാണ്. 2025 വളർച്ച 14%. മോശമെന്ന് പറയാനാകില്ലെങ്കിലും എയ്സിന്റെ തന്നെ 5 വർഷത്തെ ആവറേജിനേക്കാൾ കുറവാണ്. നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിലും ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ കാഴ്ചവെച്ചത്. ഫിനാൻഷ്യൽ 2020 53 കോടി പ്രോഫിറ്റ് 2025 ആയപ്പോഴേക്കും 409 കോടിയായി, ഏകദേശം 8 ഇരട്ടി. ഫിനാൻഷ്യൽ 2025 പ്രോഫിറ്റിൽ 25% വർധന കൈവരിച്ചു. ഇതും 5 വർഷത്തെ ആവറേജിനേക്കാൾ കുറവാണ്. ഒരു കമ്പനിയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അഥവാ OPM വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടിയ മാർജിൻ കമ്പനിക്ക് പ്രൈസിംഗിൽ ഉള്ള കൺട്രോളും ചെലവുകളെ എങ്ങനെ ഫലപ്രദമായി ചുരുക്കുന്നു എന്നും കാണിക്കുന്നു. എയ്സിന്റെ OPM 8% നിന്നും 5 വർഷം കൊണ്ട് 15%. ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ്. 2024 കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് അനുസരിച്ച് ക്രെയിനിൽ നിന്നുള്ള വരുമാനം 72%. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് 13.5%, അഗ്രികൾച്ചർ എക്യുപ്മെന്റ് 8%, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് 6% കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്നാൽ 2025 കമ്പനി ക്രെയിൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഇവ ഒരു സെഗ്മെന്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. എയ്സിന്റെ ബാലൻസ് ഷീറ്റ് വളരെ ശക്തമാണ്. കമ്പനിക്ക് വളരെ ചെറിയ ലോൺ മാത്രമേ ഉള്ളൂ. ഇവരുടെ ക്യാഷ് ഫ്ലോ ക്രമമായി വളർച്ച കാണിക്കുന്നുണ്ട്. ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഫിനാൻഷ്യൽ 2020 17% നിന്നും 2025 ആയപ്പോഴേക്കും 40% ഉയർന്നു. അതുപോലെ തന്നെ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി 12% നിന്നും 28% ഉയർന്നു. ഇവ ക്യാപിറ്റലിന്റെ കാര്യക്ഷമമായ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും DII, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും എയ്സിൽ നിക്ഷേപമുണ്ടെന്നുള്ളത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആത്മവിശ്വാസം നൽകുന്ന സംഗതിയാണ്. 2020 1% FII നിക്ഷേപം 2025 11.5% ഉയർന്നു. അതുപോലെ തന്നെ DII നിക്ഷേപം 0.8% നിന്നും 2% ഉയർന്നു. ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് മത്സരിക്കുന്നത് വളരെ ശക്തമായ ഒരു രംഗത്താണ്. ഇന്ത്യയിൽ JCB, ടാറ്റ ഹിറ്റാച്ചി, കാറ്റർപില്ലർ ഇന്ത്യ, മഹീന്ദ്ര കൺസ്ട്രക്ഷൻ, സാനി ഹെവി ഇൻഡസ്ട്രീസ് ഇന്ത്യ എന്നിവരാണ് ഇവരുടെ പ്രധാന എതിരാളികൾ. ആഗോളതലത്തിൽ കാറ്റർപില്ലർ USA, കൊമാറ്റ്സു ജപ്പാൻ, ലീബർ ഗ്രൂപ്പ് ജർമ്മനി, JCB UK, സാനി ഗ്രൂപ്പ് ചൈന ഇവയാണ് പ്രധാന കോമ്പറ്റീഷൻ. ഇത്രയും വലിയ കമ്പനികളുമായി മത്സരിച്ച് മുന്നോട്ട് പോകുന്നത് എയ്സ് ഒരു എലൈറ്റ് ലീഗിലാണെന്ന് വ്യക്തമാക്കുന്നു. ഇത് അവരുടെ കഴിവും വിപണിയിലെ സ്വീകാര്യതയും എടുത്തു കാണിക്കുന്നു. സെയിൽസിലും പ്രോഫിറ്റിലും OPM-ലും ഉള്ള വൻ വളർച്ചയും, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഗവൺമെന്റിന്റെ വലിയ മുതൽ മുടക്കും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിങ്ങും, ക്രെയിൻ സെഗ്മെന്റിലെ ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകരെന്ന സ്ഥാനവും, കടം തീരെ കുറഞ്ഞ കമ്പനിയാണെന്നുള്ളതും ഈ കമ്പനിയെ നിക്ഷേപകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. എന്നാൽ കമ്പനിക്ക് ചില പോരായ്മകളുമുണ്ട്. ഈ കമ്പനി ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രിയായ കൺസ്ട്രക്ഷന്റെ ഭാഗമാണ്. എയ്സിന്റെ P/E 35 അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യുവേഷൻ അല്പം ഉയർന്നതാണെന്ന് പറയേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തെയും 3 വർഷത്തെയും PE 35 മുകളിൽ ആയതിനാൽ ഈ കമ്പനി മാർക്കറ്റിൽ ഒരു പ്രീമിയം കമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷത്തെ വളർച്ചാ നിരക്ക് മുൻ വർഷങ്ങളിലേക്കാൾ കുറവായിരുന്നു എന്നതാണ് മറ്റൊരു നെഗറ്റീവ്. വീണ്ടും പറയട്ടെ,
ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വന്തം അഭിപ്രായത്തിൽ വാങ്ങിക്കുക. മറ്റൊരു സ്റ്റോക്കിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.